മനസ്സിനെ നമ്മൾക്ക് പൂർണ്ണമായിട്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിനെ നമുക്ക് നിയന്ത്രണത്തിലാക്കാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ ചിന്തകളെ നിരീക്ഷിക്കാം. നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തയും സത്യമാണെന്ന് കരുതരുത്. അതൊരു ചിന്ത മാത്രമാണെന്ന് അങ്ങോട്ട് കരുതുക. ഇതൊക്കെ നമ്മളെ മനസ്സിനെ പഠിപ്പിക്കണം. അപ്പോഴേ നമ്മളെ മനസ്സിനെ നമ്മളെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിലാണ് നമ്മളെ മനസ്സ് കൈവിട്ട് പോകുന്നത്. ഓരോ ചിന്ത വരുമ്പോൾ അത് ഒരു ചിന്തമാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. പിന്നെ ഇടയ്ക്ക് ശ്വാസം എടുക്കുക, പതുക്കെ ശ്വാസം അകത്തേക്കും പുറത്തേക്കും വിടുക. അതൊക്കെ നമ്മളെ മനസ്സിനെ ശാന്താക്കും. പിന്നെ നമ്മളെ വർത്തമാനത്തിൽ ശ്രദ്ധിക്കുക. അതായത് കഴിഞ്ഞതിനെ ഓർത്ത് വിഷമിക്കാണ്ടിരിക്കുക. ഭാവിയിൽ എന്തായിരിക്കും എനിക്ക് വരിക, ഇതൊന്നും ചിന്തിക്കണ്ട. ഇതൊക്കെ അങ്ങ് വിട്ടേക്ക്. അതൊക്കെ വരുന്ന പോലെ വരും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്. പിന്നെ ഉറങ്ങാൻ കിടന്നാൽ നല്ല ഉറക്കം ഉണ്ടാവുക. അതാണ് അത്യാവശ്യം. അത് നമ്മൾക്ക് പിറ്റേന്നത്തെ ഊർജ്ജമാണ് നമ്മളെ ഉറക്കം, അല്ലേ? പിന്നെ വ്യായാമം നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മളെ പകുതി മനസ്സിൻ്റെ രോഗങ്ങൾ അങ്ങോട്ട് മാറും. നമ്മളെ ഹോർമോൺസൊക്കെ ഒന്ന് ഭയങ്കര ആക്റ്റീവാവും. അപ്പോഴേ തന്നെ നമ്മളെ അസുഖങ്ങൾ ഒരു 15 മിനിറ്റ് ഒരു വ്യായാമം. പിന്നെയെന്ന് വെച്ചാൽ നെഗറ്റീവ് ഉള്ളടക്കം കുറയ്ക്കുക. നമുക്കുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനും അടിയും കൊല്ലലും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാണലുകൾ. നമ്മൾ വിചാരിക്കുക നമ്മളെ മനസ്സിനെ ബാധിക്കുന്നില്ല, പക്ഷെ നമ്മളറിയാതെ അത് നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മരണമൊക്കെ കേൾക്കുമ്പോൾ, അടുത്തുള്ളവരുടെ മരണമൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിനൊക്കെ അടക്കി പിടിച്ച് കരയാണ്ടൊക്കെ നിൽക്കും. പക്ഷെ അതൊക്കെ മോശമാണ്. അത് നമ്മളെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. നമ്മളെ നടിക്കുകയാണ് ബാധിച്ചിട്ടില്ല എന്ന്. അങ്ങനെ വേണ്ട. കരയണ്ടിക്കൽ കരഞ്ഞിട്ടതങ്ങ് മാറ്റുക. അല്ലാതെ അതൊന്നും പിടിച്ചു നിർത്തണ്ട. അതൊക്കെ നമ്മളെ മനസ്സിനൊരു മോശമായിട്ടാണ് വരിക. പിന്നെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ കൃതജ്ഞത പാലിക്കുക. അങ്ങനെ പറഞ്ഞാൽ ഓരോ ദിവസവും നന്ദിയുള്ള 3 കാര്യങ്ങൾ എഴുതി വെക്കുക. ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അത് നന്ദിയോടെ സ്മരിച്ച് ബുക്കിലേക്ക് പകർത്തുക. അത് പിന്നെ നമ്മളിങ്ങനെ എഴുതി ശീലിക്കുമ്പം നമ്മൾക്ക് ഓരോ ആളോടും പെരുമാറുമ്പം നമ്മളെ പെരുമാറ്റത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരും. കാരണം നമ്മളെ ചിന്തയിൽ ഇതൊക്കെയാണുള്ളത്. നന്ദി എഴുതുന്നത്,